ചപ്പാത്തികൾക്ക് തത്തേൻ്റെ ഏകദേശം അവിടെല്ലാത്ത കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നോക്കാം. അതുപോലെ നമ്മൾ ഒഴിവുള്ള സമയങ്ങളൊക്കെ വീട്ടുകാരെ സഹായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ വീട്ടുകാരെ സഹായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മിക്കവാറും ഞായറാഴ്ച സമയങ്ങളിൽ ഞാൻ സഹായിക്കാറുണ്ട്. ഗ്യാപ്പ് കിട്ടുമ്പോൾ കേട്ടോ. അധികം വീട്ടിൽ സമയം കിട്ടാറില്ല. വെച്ചാൽ മൺഡേ ടു സാറ്റർഡേ വരെ വർക്കിംഗ് ആണ്. രാവിലെ ഞായറാഴ്ച ഉള്ളൂ. അപ്പോൾ അതിനും അധികം സമയം പുറത്താണ് ഞാൻ ഉണ്ടാവില്ല. ചില സമയങ്ങളിൽ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ സഹായിക്കുക. ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഉച്ചയ്ക്കുള്ള ചോറിനുള്ള അരിയൊക്കെ ഇട്ട് നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് പുറത്ത് അടിച്ചുവരാൻ പോയി കാണാം. വിറക് കത്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ വിറക് ഉള്ളി കത്തി നീളമുണ്ടെങ്കിൽ കത്തി താഴെ വീഴാൻ നോക്കണം കേട്ടോ. താഴെ വീണെങ്കിൽ അടിയിൽ വിറകുകളുണ്ടാവും. അവിടെ കൂടുതൽ കത്തി പടരാനൊക്കെ ചാൻസ് കൂടുതൽ, അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വന്ന് ശ്രദ്ധിക്കണം. ഉണ്ടാക്കിയ ചപ്പാത്തി വെക്കാൻ സ്പേസ് വേണം. അപ്പോൾ ഈ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നൊരു ഐഡിയ ആണ്. അതുപോലെ നമ്മൾ നല്ല ബുക്കുകൾ വരിക വനിത എന്നൊക്കെ ഉണ്ടെങ്കിൽ ബുക്കുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേജ് ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ചപ്പാത്തി വെച്ച് നമ്മൾ നെക്സ്റ്റ് ഒരു പേജിനെ മറിച്ച് അടുത്ത ചപ്പാത്തി അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ അതുപോലെ വയ്ക്കുക. അപ്പോൾ ഇതെന്താ ഗുണം വെച്ചാൽ ഒരു ചപ്പാത്തി മേലെ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കിതുപോലെ സ്പേസ് കിട്ടും. ചപ്പാത്തി എത്ര വേണമെങ്കിലും പരത്തിങ്ങനെ വെച്ച് പോകാം. പക്ഷെ ഓവറാകരുത്, ഒരു പരിധി കൂടുതൽ. ഓവറായി കഴിഞ്ഞാൽ അടിയത്തെ ചപ്പാത്തി പേപ്പറായിട്ട് ഒട്ടും. അപ്പോൾ അതും ശ്രദ്ധിക്കണം നമ്മൾ. ചപ്പാത്തിക്ക് നമ്മളെ വക കടലക്കറി സ്പെഷ്യല്. കടലക്കറി സ്പെഷ്യലാണ് അമ്മ, അതറിയില്ല. ഇറച്ചി എന്തെങ്കിലും വൈകിട്ട് വാങ്ങിക്കാം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും കടലക്കറിയും. അപ്പം നമ്മൾ കഴിച്ചിട്ട് ബാക്കിയാവും. ഓക്കെ, ബൈ.